ഞാൻ കാശിന് കൊള്ളാത്തവനായിരുന്നെങ്കിൽ തിരുമണ്ടനായ നിന്റെ മകൻ SI ടെസ്റ്റ് എഴുതി പാസ്സാകുമായിരുന്നു. എന്റെ വാക്ക് തട്ടിക്കളയാനാവാത്തോണ്ട് ഡിപ്പാർട്ട്മെന്റ് അവനെ പാസ്സാക്കിയതാ. അറിയാമോ നിനക്ക്? തോക്കാൻ വേണ്ടിയാ അവൻ ടെസ്റ്റ് എഴുതിയത്. എന്ത് തന്നെ വന്നാലും ട്രെയിനിങ്ങിന് പോവില്ലാന്ന് ഇന്നലെ വന്ന കത്തിലും അവൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ആഹാ, എന്നാ കേട്ടോ, അവൻ ട്രെയിനിങ്ങിന് പോയില്ലെങ്കിൽ അവന്റെ എല്ലൂരി ഈ ജനവാതിലിന് ഗ്രില്ലിടും ഞാൻ. ഇഷ്ടമില്ലാത്തവനെ പിടിച്ച് നിങ്ങൾ പോലീസിൽ ചേർക്കുന്ന എന്തിനാ? അവന്റെ ഇഷ്ടം ചോദിച്ചിട്ടല്ലല്ലോ അവൻ ഈ ഭൂമിയിൽ ഉണ്ടായത്. ആണോടി? ഛത്രപതി ശിവജി അദ്ദേഹത്തിന് പീരങ്കികളില്ലായിരുന്നു, മെഷീൻ ഗണ്ണുകളില്ലായിരുന്നു. എന്നിട്ടും മലവെള്ളം പോലെ ഇളകിയാർത്തു വന്ന മുഗള സൈന്യത്തെ മുഴുവൻ നേരിട്ടത് അദ്ദേഹത്തിന്റെ ആത്മധൈര്യം കൊണ്ട് മാത്രമായിരുന്നു. ഛത്രപതി ശിവജിയെ പോലെ ധൈര്യം പടവാളായെടുത്ത് രണഭൂമിയിൽ അടരാടിയിട്ടുള്ള വീരയോദ്ധാക്കൾ ലോകചരിത്രത്തിൽ അധികമില്ല. വനാന്തരങ്ങളിൽ ഒളിഞ്ഞിരുന്ന് അപ്രതീക്ഷിതമായി ശത്രുനിരയുടെ നേരെ ചാടി വീണാക്രമിക്കുക, അതായിരുന്നു ആ കാട്ടിലൂടെ യുദ്ധതന്ത്രം. ഛത്രപതി ശിവജിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഒരിക്കലും ചോർന്നു പോകാത്ത മനോവീര്യം, ധൈര്യം. ധൈര്യമാണ് എല്ലാത്തിലും വലുത്. ഭയം എന്നൊരു വികാരമേ നമുക്കുണ്ടാകാൻ പാടില്ല. ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആത്മധൈര്യം കൈവിടാൻ പാടില്ല. ധൈര്യം, ധൈര്യത്തെ പറ്റി എനിക്ക് ഒരുപാട് ഇവിടെ എന്താ പാമ്പ്? പാമ്പോ? ഇവിടെ പാമ്പ് എവിടെ? തന്നോടാ ചോദിച്ചത് പാമ്പ് എവിടാന്ന്? പാമ്പവിടെ? ആകാശം ഇടിഞ്ഞു വീണാലും ധൈര്യം കൈവിടുന്ന സാർ പറഞ്ഞില്ലേ? എങ്കിൽ സാറിനെ തന്നെ ഒന്ന് പരീക്ഷിച്ച് കളയാൻ ഞാൻ. ക്ലാസ്സിൽ തോന്നിയ ദിവസം കാണിച്ചാലുണ്ടല്ലോ ഞാൻ നിന്നെ ഡിസ്മിസ് ചെയ്തോളെ. സന്തോഷം. എന്ത് പറഞ്ഞതാ? സാറേ, പ്രിൻസിപ്പൽ സാറേ, സാർ ഇങ്ങോട്ട് വന്നത്. സാർ ഇങ്ങോട്ട് വരാൻ. അങ്ങോട്ട് നടന്നോട്ടെ. എടാ സാർ അങ്ങോട്ട് നടക്കാൻ. പിന്നെ അങ്ങോട്ട് നടക്കാൻ. ചുമ്മാ പറഞ്ഞാണല്ലേ? പെട്ടെന്നുള്ള ആവേശത്തിന് ആ പയ്യന് കയറി ഡിസ്മിസ് ചെയ്ത മാസം കിട്ടുന്ന 10-25 രൂപയാണ് നഷ്ടം. പ്രിൻസിപ്പാൾ എന്ന് കരുതിയിട്ട് എന്ത് വിവരക്കൂടെ കൂടി ചെയ്യാന്നോ? മാസാമാസം ശമ്പളം ചോദിക്കുമ്പോ കൈമലർത്തി കാണിച്ച് ഞങ്ങൾ ഇട്ടോട് പോകും. തലയോട് പോ. ഓ, നിന്റെ ഒക്കെ ക്ലാസ്സിന് പിന്നെ ഗുണം കൊണ്ടാ കോളേജ് ഈ പരുവത്തിലായത്. കോളേജ് കോളേജ് അതാക്കോ ഞാൻ മോഹൻദാസാ? എന്താടോ? അയ്യോ, അച്ഛനായിരുന്നു. അച്ഛൻ എന്താ ഇവിടെ? നീ എന്തിനാ ഓടിയത്? ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? എന്താ വിചാരിച്ചു? ആ, നിന്റെ വിചാരമൊക്കെ മനസ്സിലിരിക്കട്ടെ. ഇവിടുന്ന് സാധനങ്ങൾ വല്ലതും എടുക്കാണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഓടിവാ. നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് അങ്ങോട്ടാ? എന്റെ മുൻ പിള്ളേരെ പഠിപ്പിച്ച് വായില വെള്ളം പറ്റിച്ചതൊക്കെ മതി. തോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് എഴുതിയെന്ന് നിന്റെ അമ്മ പറഞ്ഞു. പക്ഷെ നിന്നെ ഞാൻ പാസ്സാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കത്തും വന്നിട്ടുണ്ട്. ആ, ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വരാഞ്ഞ്. അതുകൊണ്ടാണല്ലോ ഞാൻ ലോഡ്ജിലേക്ക് വന്നത്. എനിക്കിപ്പോ തൽക്കാലം സബ് ഇൻസ്പെക്ടർ ആകണ്ട. തൽക്കാലം ഇൻസ്പെക്ടർ ആവാൻ ഒക്കെയല്ല, ട്രെയിനിങ് കഴിയാതെ. അത് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നില്ലല്ലോ. പോകുന്നുണ്ടല്ലോ. മര്യാദയ്ക്ക് എന്റെ കൂടെ വരുന്നത് നിനക്ക് നല്ലത്. എന്താ നിന്റെ വിചാരം? കഷ്ടപ്പെട്ട് നിന്നെ MA വരെ പഠിപ്പിച്ചത് ഈ തല്ലിപ്പൊളി തൂട്ടോലിൽ കിടന്ന് ജീവിതം നശിപ്പിക്കാനല്ല. ഒരു SIയുടെ ശമ്പള സ്കെയിൽ എന്താണെന്ന് നിനക്കറിയാമോ? വിഡ്ഢി. ആ, ശമ്പള സ്കെയിലിന്റെ പ്രശ്നമാണെങ്കിലേ അടുത്ത മാസം മുതൽ 3000 രൂപ തരാൻ നിന്നോട് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതേ നിന്നെപ്പോലെ ഒരു വിഡ്ഢി നിന്റെ വീട്ടിലിരിപ്പുണ്ടല്ലോ, നിന്റെ തള്ള, അവള് വിശ്വസിക്കും. 3000 ഉളുവ പോലും. ഞാൻ വന്ന് കണ്ടതല്ലേ നിന്റെ ഊട്ടോറിയല്ലേ? നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. വേടാ, ആ, നിന്നെ കൊണ്ടുപോകാമെന്ന് നോക്കട്ടെ. വെട്ടി പ്രമാണം ഒന്നും വേണ്ട. അയ്യോ, കൈവളച്ചോ ആളുകളാണ്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ വരാച്ചാ. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ മുറിയിനകത്താണല്ലോ. അയ്യോ എടാ, ഒരു ഭീരു 1000 തവണ മരിക്കും. ധീരൻ ഒറ്റ മരണമേ ഉള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അപകടം പിടിച്ചാണെന്നല്ലേ നിന്റെ പേടി? പേടിയോ? എനിക്ക് ഞാൻ നിന്നെ കാണാൻ തുടങ്ങിട്ട് എത്ര കാലമായി മോനെ. അവിടെ നിൽക്കാം. ഓടരുത്. എനിക്ക് ഓടാൻ വയ്യ. ഞാൻ വയസ്സായതാ. അവിടെ നിൽക്ക. ഓടി വെറുതെ കയ്യും കാലും ഒന്നും ഓടിക്കരുത് ഞാൻ പറഞ്ഞേക്കാം. മോഹൻദാസാ, മോഹൻദാസ്, എടാ
അവിടെ നിക്ക, എനിക്ക് ഓടാൻ വയ്യ വയസ്സുകാലത്ത്. എടാ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ നിന്നെക്കാൾ എംപ്രദവന്മാരെ ഞാൻ പിടിച്ചിട്ടുള്ളതാ. മോഹൻദാസാ, എടാ അതെ എന്നെ വെറുതെ വയസ്സുകാലത്ത് ഓടിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. മോഹൻദാസ്, മോഹൻദാസാ, മോഹൻദാസാ. എന്നാ പിന്നെ നിങ്ങൾ നടന്നു. ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ട് വാടക കൊടുക്കാമെന്ന് തോന്നുന്നില്ല. ഞാൻ പോയി വല്ലവന്റെ പാക്കിട്ട് തപ്പട്ടെ. നല്ലതാ. തപ്പുമ്പോ ഇച്ചിരി കൂടുതൽ തപ്പിക്കോ. ഒന്ന് വൃത്തിയോ വെള്ളം അടിച്ച് മാസം രണ്ടായി. അപ്പൊ നാളെ കാണാം. പ്രിൻസിപ്പൽ സാറേ ഒന്നാ അവിടെ നിൽക്കണേ. ഒരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ പോയി കണ്ടില്ല, കോളേജിൽ പോയി കണ്ടില്ല. എനിക്ക് എന്റെ മോനെ സബ് ഇൻസ്പെക്ടർ ആക്കണം. നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കരുത്. നാളെ അവൻ ട്യൂട്ടോറിൽ വന്നു കഴിയുമ്പോ ജോലിയില്ലെന്ന് പറഞ്ഞ് വിട്ടേക്കണം. ആ പേടിച്ചു തൂറിയ ഇൻസ്പെക്ടർ ആക്കാൻ തന്നോട് അഭിപ്രായം ചോദിച്ചില്ലല്ലോ. അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ട്രെയിനിങ്ങിന് സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഒരൊറ്റ ഞെട്ടിലാ അധീരൻ. കത്തിക്കുത്ത് കൊലപാതകം എന്നൊക്കെ വല്ലവരും പറയുന്ന കേട്ടാ മതി, ഇഷ്ടം അപ്പം മൂത്രമൊഴിക്കും. പോവാ. ഇനി അവനെ കോളേജിൽ കയറ്റരുത്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, അതിപ്പോ ഞാൻ പറയുന്നു. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, അതിനുള്ള പണി ഞാൻ നോക്കിക്കോളാം. ക്ലാസ് മുറിയിൽ വന്ന് എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവന്റെ കരണക്കുറ്റിക്ക് അടിഞ്ഞ് ഞാൻ പിടിച്ചോണ്ടു പോകും. അതിന് തടസ്സം നിന്നാൽ എല്ലാത്തിനും ഞാൻ ചീത്ത വിളിച്ച് നാറ്റിക്കും. അതിനൊന്നും ഇടവരുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എന്റെ ക്ലാസ് മോശമാണെങ്കിൽ അത് പറ, സ്വഭാവം ചീത്താണെങ്കിൽ അത് പറ. ഇതൊരുമാതിരി. മോഹൻദാസേ, സ്ഥാപനത്തിനൊരു നല്ല പേരുണ്ടാക്കി ഇതൊന്ന് വിപുലീകരിച്ച് ഒരു നേരമെങ്കിലും കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇവിടെ വെച്ച് തല്ലും പിടിയും ഉണ്ടായാൽ സ്ഥിതി എന്താവും? ക്ലാസ്സിലൊന്നും കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരില്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പലരും പിന്മാറിപ്പോകുന്നറിയാമല്ലോ. ഈ അടിപിടി കൂടി ആയാൽ ഇപ്പോഴുള്ള പെമ്പിള്ളേരും കൂടി വരാതെയോ, അതോടെ കച്ചവടം മതിയേക്ക് കട അടയ്ക്കേണ്ടി വരും. ഇത്രയും നല്ലൊരവസരം ആരെങ്കിലും കളയോ മാഷെ? ഇവരൊക്കെ പറയുന്ന കേട്ടു മാഷിന് പേടിയാണെന്ന്. നേരാണോ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? പ്രശ്നം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അഹിംസ ഉണ്ടല്ലോ, ആരെയും തല്ലുന്നതും കൊല്ലുന്നതും എനിക്കിഷ്ടമല്ല. അഹിംസ. അതെ, സത്യമായിട്ടും ഞാനൊരു അഹിംസവാദിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, മാസം പൊക്കോളൂ. ഏതെങ്കിലും കളവ് കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷന് വരുമ്പോ അവിടെ വെച്ച് കാണാം. നിങ്ങളെയൊക്കെ ഇത്ര പെട്ടെന്ന് വിട്ടിട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല മാത്തച്ഛൻ മാഷെ, സുധാകരൻ മാഷെ, മാഷേ, മൂന്നം മാഷെ. നിന്റെ ഈ തട്ടിപ്പ് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, പോയി രക്ഷപ്പെടാൻ നോക്കും. അപ്പോഴേ ഞങ്ങൾ ക്ലാസ് തുടങ്ങാം. മാസ്റ്റർ ചെന്നാട്ടെ. അപ്പൊ രക്ഷയില്ലേ? ഇല്ല ഇല്ല ഇല്ല. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മോനെ? പഠിക്കൽ വരെ മൂത്തടുത്ത് രാമേട്ടുണ്ടായിരുന്നു. ആഹാ, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് വന്ന് എന്നെ ആരെങ്കിലും പിടിച്ച് വിഴുങ്ങോ? ഇന്ന് എത്ര കാലം കൊണ്ട് ഞാൻ കാണുന്നു മോനെ. അമ്മ എന്ത് കണ്ടു? ഒരു കുന്തവും കണ്ടിട്ടില്ല. അത് ശരി, നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. ആ, എന്റെ ജോലി പോയമ്മേ. സന്തോഷം. സന്തോഷം? സ്വന്തം മകന്റെ ജോലി പോയ സന്തോഷിക്കാ വേണ്ടത്. ഇങ്ങനെ അമ്മയെ ഞാനും കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ? ഓ, ഒരു വലിയ കോളേജ് അധ്യാപകൻ. നീ അവിടെ പട്ടിണി കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ആർക്ക് വേണ്ടിയടാ ഈ ത്യാഗമൊക്കെ? നിന്റെ ഭാര്യയും മക്കളെയും പോറ്റാനോ? അത് ശരി. അപ്പൊ അമ്മയെ ഇപ്പൊ ശത്രുപക്ഷത്താണല്ലേ? സ്വപ്നം കണ്ടിരുന്നാ മതി. ഓ, സബ് ഇൻസ്പെക്ടറുടെ അമ്മയാകാൻ എന്തോ കൊതിയാണെന്നറിയോ? അയ്യടാ, പോലീസ് പണിക്ക് നീ കൊള്ളത്തില്ലെന്നും നീ പേടിത്തൊണ്ടനാണെന്നും എനിക്ക് അറിഞ്ഞൂടെ? നിന്റെ അച്ഛനെ പോലെ എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല. അമ്മേ, എന്നെ പേടിത്തൊണ്ടെന്ന് വിളിക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് അഹിംസവാദം ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ പേടിയൊന്നുമില്ല. അമ്മ ബെറ്റ് വെക്കുന്നു, ഈ ഇരുട്ടത്ത് ഞാൻ ഒറ്റയ്ക്ക് ഈ വീടിന്റെ പടിക്ക് പോയി നിൽക്കുന്ന അമ്മയ്ക്ക് കാണണം. അയ്യോ, അങ്ങനെ സാഹസങ്ങളൊന്നും കാണിച്ചു കളയരുതേ. അങ്ങനെ വഴിക്ക് വാ. നിനക്ക് ചോറോ കഞ്ഞിയോ വല്ലതും വേണോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ചെന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ കൊല്ലിക്കാൻ നടക്കുന്ന ആളെവിടെ? ആര്? എന്റെ ഫാദർ. ഊണ് കഴിഞ്ഞ് കത്തിക്കരി കിടന്ന് പോത്തിനെ പോലെ മുക്കറിയിടുന്നത് കേട്ടോ. ഇടട്ടെ ഇടട്ടെ, നല്ലോണം ഇടട്ടെ.
അമ്മേ അമ്മേ, എന്താ മോനെ? പല കള്ളന്മാരുമായിരിക്കും. പട്ടി കുറയ്ക്കുന്നുണ്ടല്ലോ. പുറത്തിറങ്ങി നോക്ക്, എന്നിട്ട് കള്ളനെ നീ തന്നെ പിടിക്ക്. ഇങ്ങനെയുണ്ടോ മനുഷ്യനൊരു പേടി? പേടിയൊന്നുമില്ല എന്ന് വെച്ച് മനുഷ്യന് ഭയമില്ലാതിരിക്കോ? ഇത് ഞാനാ, നിന്റെ അച്ഛൻ. അച്ഛൻ കള്ളനല്ല, പോലീസല്ലേ? അതെ. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? എന്തോ വിചാരിച്ചു. എന്റെ പൊന്നു മോനെ, ഇനിയെങ്കിലും നീ നേരെ ചൊവ്വ എന്തെങ്കിലും വിചാരിക്കും. എടാ, 30 വർഷക്കാലം സർവീസിലിരുന്ന് സബ് ഇൻസ്പെക്ടർമാരുടെ ആട്ടും തുപ്പം കൊണ്ടവനാ ഞാൻ. എന്റെ മോനൊരു SI ആയി കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. നീ എന്തിനാ പേടിക്കണേ? എടാ, കാക്കിക്കുപ്പായി വിട്ടവരെ നാട്ടുകാർക്കാ പേടി. നീ യൂണിഫോം ഇട്ട് വന്നാൽ എന്ത് തലയെടുപ്പായിരിക്കും എന്നറിയാമോ? നീ ആരെയും കുത്തണ്ട, ആരെയും കൊല്ലണ്ട. നിന്നെയും ആരും ഒന്നും ചെയ്യാൻ പോകുന്നു. ശ്രമിച്ചാൽ നിനക്ക് IPS കിട്ടും. അങ്ങനെ കേറി 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 നിനക്കൊരു IG വരെ ആവാൻ മോനെ. ട്രെയിനിങ്ങിന് പോവില്ലേ? എന്റെ മോൻ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരൂല്ലേ മോനെ? മോൻ ട്രെയിനിങ്ങിന് പോവില്ലേ മോനെ? എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു. ഒരു നാളുണ്ട്, ഓടിട്ട് വേണം. ഓടിട്ട് വരാൻ. Smoke jump position ready. Go. More grip. 4 times. Go. On the hands down. Bend. Touch. Bend.